കുറുവാഭീതിയിൽ പ്രത്യേക ലൈവത്തോണുമായി 24. ജനങ്ങളുടെ ആശങ്ക തുറന്നു കാണിക്കുന്നതായിരുന്നു 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രത്യേക ലൈവത്തോൺ. പോലീസിന്റെയും നാട്ടുകാരുടെയും തെരച്ചിലിനൊപ്പം 24ന്റെ വാർത്താ സംഘവും ചേർന്നു. ആലപ്പുഴയിലെ മണ്ണഞ്ചേരി, പുന്നപ്ര മേഖലകളിലും എറണാകുളത്തെ വടക്കൻ പറവൂർ പ്രദേശത്തുമാണ് കുറുവാ സംഘത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. പ്രദേശവാസികൾക്ക് ആശങ്കയേറിയതോടെ ആലപ്പുഴയിൽ യുവജന സംഘടനകളും പോലീസും ചേർന്ന് തിരച്ചിൽ. പുലർച്ചെ വരെ നടത്തിയ തിരച്ചിലിൽ പങ്കാളിയായി 24ഉം. വാർത്താമാധ്യമമെന്ന നിലയിൽ സാമൂഹിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് 24 ലൈവത്തോൺ. മെസ്സേജോട് അടക്കം നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇങ്ങനെ തിരയുകയാണ്. ആ തെരച്ചിലിനോടൊപ്പം തന്നെയായിരുന്നു 24 സംഘവും ഉണ്ടായിരുന്നത്. നമ്മൾ പോലീസിനോടൊപ്പം തെരച്ചിലിനിറങ്ങി, നാട്ടുകാരോടൊപ്പം തെരച്ചിലിനിറങ്ങി. അങ്ങനെ കുറുവയെ തേടിയുള്ള നമ്മുടെ തെരച്ചിൽ രാത്രി വൈകിയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ മോഷണം നടന്നിട്ടുള്ളത് പുന്നപ്രയിലാണ്. അത് പോലീസിനെ ഞെട്ടിക്കുന്ന മോഷണം. സംഭവത്തിന്റെ ഭീകരത 24 ലൈവത്തോണിൽ വിശദീകരിച്ച് മോഷണത്തിനിരയായ തൂക്കുകുളത്തെ കുടുംബാംഗം. വീടിന്റെ പുറകിൽ കൂടെ ഒരാളിങ്ങനെ നടന്നു മാറി ഞങ്ങളുടെ ആ തെക്ക് പോസ്റ്റിലെ മതില് ചാടിയാണ് പുള്ളി ഇങ്ങോട്ട് പോകുന്നത്. അപ്പൊ ഞാൻ എന്റെ ഭർത്താവിനെ വിളിച്ചപ്പോൾ ഷാജി ഇതേ ആരോ നമ്മുടെ ഈ മതിലിനകത്ത് കയറിയിട്ടുണ്ട്. ഉറങ്ങിക്കിടക്കവേ ആക്രമണത്തിനിരയായതിന്റെ ഞെട്ടലിൽ നിന്നും ഇനിയും മുക്തമായിട്ടില്ലെന്ന് മണ്ണഞ്ചേരിയിലെ വീട്ടമ്മ. കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കഴുത്തിൽ നിന്ന് ഇങ്ങനെ വലിച്ച് പറിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അന്നേരം തന്നെ ചാടി എഴുന്നേറ്റു. കിടക്കാനായിട്ട് വന്നപ്പോൾ കട്ടലിൻ്റെ താഴെയൊക്കെ ഇങ്ങനെ വെള്ളം തുള്ളി, ഒരു നനഞ്ഞ ഒരാൾ വന്ന് നിൽക്കുമ്പം നമുക്ക് വെള്ളം വീഴില്ലേ, അതുപോലെ വെള്ളം അവിടെയൊക്കെ കിടപ്പുണ്ടായിരുന്നു. ഇപ്പോഴും ഭീതിയിലാണെന്നും ഉറങ്ങാനാവുന്നില്ലെന്നും മറ്റൊരു പ്രതികരണം. പേടിയുണ്ട്, നല്ല പേടിയുണ്ട്. ഞാൻ അമ്മയോട് എപ്പോഴും പറയും ഊരി വെച്ചിട്ട് കിടക്കണമെന്ന്. എനിക്ക് ഉറക്കമില്ല, എനിക്ക് പേടി. ഞാൻ ഉറങ്ങിയാലുണ്ടല്ലോ ഈ സ്വപ്നമൊക്കെ കണ്ട് എണീക്കുക. ഇങ്ങനെ മാല പൊട്ടിച്ചോണ്ട് പോകുന്നത്, വള ഊരിക്കൊണ്ടു പോകുന്നതൊക്കെ സ്വപ്നം കണ്ട് എണീക്കുക ഞാൻ. 10 പേരുള്ള 4 സംഘങ്ങളായി തിരച്ചിൽ നടത്തുകയാണെന്ന് നാട്ടുകാർ 24 ലൈവത്തോണിൽ. മണ്ണഞ്ചേരി സ്റ്റേഷൻ പരിധിയിൽ ആദ്യത്തെ മോഷണം റിപ്പോർട്ട് ചെയ്തതിനു ശേഷമുള്ള തുടർച്ചയായ ദിവസങ്ങളിൽ ഞങ്ങളെല്ലാം ഉറക്കം നിന്ന് ഈ പ്രദേശത്തെ സംരക്ഷിക്കുവാനും എന്ന് വേണമെങ്കിൽ കൂടെ പറയായിരുന്നു. ലൈവത്തോണിനൊടുവിൽ പോലീസിന്റെ ഉറപ്പ്. നാട്ടുകാരുടെ ആശങ്ക പരിഹരിക്കുമെന്ന് SP-യുടെയും DYSP-യുടെയും വാക്ക്. മോഡസ് ഓപ്പറാൻഡിയാണ് ഒരു പ്രത്യേകത. മോഡസ് ഓപ്പറാൻഡി സോഫ്റ്റ് ടാർഗറ്റ്സ് ആണ് ഇവർ നോക്കാറ്. സോഫ്റ്റ് ടാർഗറ്റ്സ് എന്ന് പറയുന്നത് ബാക്ക്ഡോർ എൻട്രി ഈസി ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവർ നോക്കുന്നത്. മോഷണങ്ങളിലെ സമാന സ്വഭാവം, തെളിവുകളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ, CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് കണ്ടെത്തിയ ചില നിഗമനങ്ങൾ, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ അധികം വൈകാതെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന ആലപ്പുഴ SP MB മോഹനചന്ദ്രൻ 24നോട് പറഞ്ഞത്. ഒരു ജനതയുടെ ആശങ്ക എത്ര വലുതെന്ന് തുറന്നുകാട്ടുകയാണ് 24 ലൈവത്തോൺ. ജില്ല മാറിയേക്കാം, പോലീസിന്റെ കനത്ത ജാഗ്രത മാത്രമാണ് പരിഹാരം. നാട്ടുകാരുടെ ആശങ്കയ്ക്ക് അറുതി വരുത്തണം. സുരക്ഷിതമായി സ്വന്തം വീട്ടിൽ അന്തിയുറങ്ങാൻ അവർക്ക് കഴിയണം. റിസർച്ച് ഡെസ്ക് 24.